പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, 3 നോമ്പിന്റെ 3-ാം ദിവസം ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള വചനഭാഗങ്ങൾ 1 തെസ്സലോനി 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, യോന പ്രവാചകന്റെ പുസ്തകം 3-4 അധ്യായങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നശിക്കും എന്നതാണ്. യേശുതമ്പുരാൻ ഗലീലിക്കാരായ ഏതാനും പേരെ പീലാത്തോസ് വധിച്ച വിവരവും ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരുടെയും ഉദാഹരണം എടുത്തു പറഞ്ഞുകൊണ്ട് അവർ ബാക്കിയുള്ളവരെക്കാൾ മോശപ്പെട്ടവരായിരുന്നോ? അല്ല. പക്ഷേ ആ ഉദാഹരണം എടുത്തു പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. കർത്താവ് നമ്മെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുകയാണ്. യഥാർത്ഥ പശ്ചാത്താപം ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കും. അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുന്ന പാപികളുടെ പാപം കർത്താവ് ക്ഷമിക്കും, വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കും. ഈ അനുതാപം അഥവാ പശ്ചാത്താപം വഴി ലക്ഷ്യം വയ്ക്കുന്നത് 4 പ്രധാന കാര്യങ്ങളാണ്. 1. ജീവിത പരിവർത്തനത്തിലേക്ക് കടന്നുവന്ന് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുക. നിനുവക്കാർ മനസ്സ് തിരിഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ സഭാമക്കളും സകല ജനങ്ങളും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹങ്ങൾക്കും അർഹരായിത്തീരണം. 2. വലിയ നോമ്പിന് മുമ്പുള്ള 3 നോമ്പും തുടർന്നുള്ള 18-ാം ഇടയും സഭയുടെ വ്യക്തിപരവും സമൂഹപരവുമായ അനുതാപത്തിൻ്റെ കാലമാണ്. ഈ ദിവസങ്ങളിൽ സഭ തനിക്കു വേണ്ടിയും ലോകത്തിനു വേണ്ടിയും അനുതാപപൂർവമുള്ള പാപപരിഹാരവും പ്രായശ്ചിത്ത പ്രവൃത്തികളും നടത്തുന്നു. 3. കടലിൻ്റെ അടിത്തട്ടിൽ കിടന്ന യോനായുടെ പ്രാർത്ഥനയിലൂടെ എന്ന പോലെ ദൈവത്തിൻ്റെ വിസ്മയനീയമായ ഇടപെടൽ ഇന്ന് നമ്മുടെ ഇടയിലും ഉണ്ടാകണം. 4. ദൈവസ്നേഹ തീഷ്ണതയോടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്ത് അവിടുത്തെ പുനരാഗമനത്തിന് വഴിയൊരുക്കി നാം എല്ലാവരും ജാഗ്രതയോടെ കാത്തിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിത പരിവർത്തനത്തിനു വേണ്ടിയുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നമുക്ക് യഥാർത്ഥ ജീവിത പരിവർത്തനത്തിലേക്ക് വരണമെങ്കിൽ അനുതപിച്ച് കർത്താവിൽ വിശ്വസിക്കണം. സ്വയം അറിഞ്ഞ് നമ്മുടെ തിന്മകൾ വെറുത്തുപേക്ഷിക്കണം. ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരണം. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ജാഗരൂകരായി കാത്തിരിക്കണം കർത്താവിൻ്റെ ആഗമനത്തിനായി. അവിടുത്തെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കി അതനുസരിച്ച് നാം കാത്തിരിക്കണം. ഇന്നത്തെ ലേഖന ഭാഗം 1 തെസ്സലോനി 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്തെ പ്രധാനപ്പെട്ട 4 ചിന്തകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി, രാത്രിയിൽ കള്ളനെന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. സമാധാനവും ഭദ്രതയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. യുഗാന്ത്യോന്മുഖമായ കാഴ്ചപ്പാടോടുകൂടെ നമ്മുടെ കർത്താവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് നാം കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, രാത്രിയിൽ കള്ളനെന്ന പോലെ വരും. പെട്ടെന്നായിരിക്കും നാശം നമ്മുടെ മേൽ വന്ന് പതിക്കുന്നത്. ശ്ലീഹ ഈ വചനഭാഗത്ത് നമുക്ക് നൽകുന്ന 2ാമത്തെ സന്ദേശം, ആ ദിവസം കള്ളനെന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്, പിന്നെയോ പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണ്. അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ വെളിച്ചത്തിൻ്റെ മക്കളായ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവൻ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. 3ാമതായിട്ട്, പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും
രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നതാണ് ദൈവനിശ്ചയം. ഈ വചനഭാഗം നമുക്ക് നൽകുന്ന 4ാമത്തെ ചിന്ത, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതുകൊണ്ട് നമ്മൾ ക്രോധത്തിന് ഇരയാകരുത്. ഉറക്കത്തിലും ഉണർവിലും കർത്താവിനോടൊത്ത് ജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ രക്ഷയുടെ അനുഭവമായി പൗലോസ്ലീഹ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാൻ, പാപത്തിൽ തന്നെ തുടരരുത്, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാം നശിക്കും എന്ന വാണിംഗ് തന്നു. ലേഖനത്തിൽ ഉണർന്ന് സുബോധമുള്ളവരായി കർത്താവിൻ്റെ ആഗമനം കാത്തിരിക്കാൻ, രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് ഇവിടെ വച്ച് തന്നെ ആയിരിക്കുവാൻ, ഉറക്കത്തിലും ഉണർവിലും അവനോടൊത്ത് ജീവിക്കാൻ, അതിനു വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നിനവയുടെ മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് യോന നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. യോനായുടെ ഈ പ്രസംഗം കേട്ട് നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവയിലെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത ചാരത്തിലിരുന്നു. അങ്ങനെ നിനവെ മുഴുവനും, വലിയവരും ചെറിയവരും, മനുഷ്യരും മൃഗങ്ങളും എല്ലാവരും ഇതിൽ പങ്കുചേർന്നു. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കും. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷാവിധി പിൻവലിക്കും. ദൈവത്തിൻ്റെ അതിരറ്റ കരുണയും നിനുവേക്കാരുടെ മാതൃകാപരമായ ഉപവാസവും ജീവിത പരിവർത്തനത്തിനായിട്ടുള്ള പരിശ്രമം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് അതിൽ കുപിതനായ യോനയെയാണ്. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോന കർത്താവിനോട് പറയുക, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്? ഇതുകൊണ്ടാണ് ഞാൻ താർഷീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. 3-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവെ, എൻ്റെ ജീവനെ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. കർത്താവ് യോനായ്ക്ക് നിനവേക്കാരോടുള്ള തൻ്റെ അതിരറ്റ കരുണയും സ്നേഹവും വെളിപ്പെടുത്തി കൊടുത്തു. യോനായ്ക്ക് തണൽ നൽകാനായിട്ട് കർത്താവ് ഒരു ദിവസം കൊണ്ട് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു പുഴുവിനെ അയച്ച് ആ ചെടിയെ ആക്രമിച്ച് ചെടി വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമായ കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. തലയിൽ സൂര്യന്റെ ചൂടേറ്റ് യോന തളർന്നു. മരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ദൈവം യോനായോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്കെന്ത് കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ? പ്രിയമുള്ളവരെ, നാം എത്രയധികം പാപികളായാലും അനുതപിച്ച് കർത്താവിലേക്ക് തിരിയുമെങ്കിൽ അവിടുന്ന് തീർച്ചയായും നമ്മുടെ മേൽ അയക്കാനിരിക്കുന്ന ശിക്ഷാവിധി പിൻവലിക്കും, നമ്മളോട് കരുണ കാണിക്കും. 3 നോമ്പിലെ 3 ദിവസത്തെയും വചന സന്ദേശങ്ങളും ധ്യാന ചിന്തകളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നമുക്ക് നിരന്തരം ധ്യാനിക്കാം. അനുതപിച്ച് വിശ്വാസത്തിലേക്ക് വളരാനും
പ്രത്യാശയോടെ കർത്താവിൻ്റെ ഇടപെടലുകൾക്ക് കാത്തിരിക്കുവാനും രക്ഷയുടെ അനുഭവത്തിലേക്കും അവിടുത്തെ ആഗമനത്തിനായി നല്ല ഒരുക്കത്തോടെ കാത്തിരിക്കുവാനും സകലരെയും ഒരുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.